മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. അങ്കമാലി തുറവൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അതിക്രമം കാട്ടിയ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP മാർട്ടിനെതിരെ നടപടി വേണമെന്ന ആവശ്യം. LDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയുടെയും തെറ്റായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കുറ്റവാളികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDF കമ്മിറ്റിയുടെ പേരിലുള്ള തുറവൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തുന്ന ധർണാ സമരം ഉടൻ തന്നെ തുറവൂർ പഞ്ചായത്തിന് മുൻപിൽ ആരംഭിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തുറവൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP മാർട്ടിന്റെ അഴിഞ്ഞാട്ടമുണ്ടായത്. ആശുപത്രി ഹാളിൽ നടന്ന ആരോഗ്യ വിഭാഗത്തിന്റെ യോഗം അലങ്കോലപ്പെടുത്തിയ മാർട്ടിൻ ആശുപത്രി മെഡിക്കൽ ഓഫീസറെയും ജീവനക്കാരെയും അസഭ്യം പറയുകയും ഉപകരണങ്ങൾക്ക് കേടുവരുത്തുകയും ചെയ്തതായാണ് പരാതി. ഇതു സംബന്ധിച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിത R. കൃഷ്ണ അങ്കമാലി പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. വിഷയത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CPM അങ്കമാലി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് KK ഷിബു ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശികമായിട്ടുള്ള ഈ ആശുപത്രി പോകുന്ന വളരെ പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാര്, സമ്പന്നന്മാരും പ്രമാണിമാരും MP പാർട്ടിയുള്ള ആളുകൾക്കെല്ലാം തന്നെ വൻകിട സ്റ്റാർ ആശുപത്രികളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോളോ ഡെലക്സ്, രാജഗിരി, ആസ്റ്റർ, അവിടെ പോവാൻ കാശുണ്ട്. പാവപ്പെട്ട ആളുകൾ ആശ്രയിച്ചത് എവിടെയാ? ഈ ഗവൺമെന്റ് ആശുപത്രിയാ. ആ ഗവൺമെന്റ് ആശുപത്രിയുടെ അതിന്റെ കമ്മിറ്റികളിൽ പോലും സഹ-AP കുര്യൻ പങ്കെടുത്തുകൊണ്ട് ആ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇടപെട്ട് വളർത്തി നന്നാക്കി കൊണ്ടുവന്ന ഒരു ആശുപത്രിയാണ് തുറവൂരിലെ പ്രൈമറി ഹെൽത്ത് സെന്റർ. PHC ആയിരുന്നു, പിന്നീട് FHC ആയി, ഫാമിലി ഹെൽത്ത് സെന്റർ ആയി. ആ പ്രവർത്തിക്കുന്ന ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോ, അവിടെ യോഗം വെക്കുമ്പോ മെഡിക്കൽ ഓഫീസറുടെ അനുവാദം വാങ്ങേണ്ടത് പ്രാഥമികമായിട്ടുള്ള മര്യാദയാണ്, അല്ലേ? അവിടെ ആശാവർക്കർമാരുടെയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും JPHമാരുടെയും യോഗം നടക്കാൻ വേണ്ടി തീരുമാനിച്ച സന്ദർഭത്തിൽ ആ സമയത്ത് തന്നെ വേണോ വേറെ യോഗം വയ്ക്കാൻ? വേണ്ടല്ലോ. അപ്പോ അത് പറഞ്ഞപ്പോ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് മനസ്സിലായി, അദ്ദേഹം സമ്മതിച്ചു, അവിടെ നിന്ന് ഒഴിവായി കൊടുക്കാൻ സന്നദ്ധമായി. പക്ഷെ ഇതറിഞ്ഞിട്ടാണ് ഈ മാർട്ടിൻ ആണ് ചെല്ലണത്. മാർട്ടിൻ ഒരു ഗുണ്ടയാണല്ലോ. ആളുകൾ ആക്രമിക്കുന്ന, കാരണമില്ലാതെ തെറി വിളിക്കുന്ന പുള്ളിക്ക് ചില സ്വഭാവങ്ങളുണ്ടെന്നൊക്കെ നമുക്കിവിടെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. ചില ആളുകളോട് പ്രത്യേക സ്നേഹമുണ്ട്, അല്ലേ? ചില സ്ത്രീകളോടൊക്കെ പറയാൻ കേൾക്കണത് ശ്രദ്ധിക്കുന്നല്ലതാ. ചില ആളുകളോട് പുള്ളിക്ക് ഇത്തിരി സ്നേഹം കൂടുതലാണ്. അവരെ കണ്ട വണ്ടി നിർത്തി വണ്ടി കയറ്റി കൊണ്ടുപോകും, ചില കൊണ്ടുപോകില്ല. അപ്പൊ ചില ആളുകളോട് കൂടുതൽ സ്നേഹം കാണിക്കുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളോടൊക്കെ പ്രത്യേക താല്പര്യം കാണിക്കുന്ന ഒരു ലീലാവിലാസത്തിന്റെ കൂടി പങ്കുണ്ടോ എന്ന് ഇപ്പൊ ആൾക്ക് സംശയമുണ്ട് ഈ പറയുന്ന വ്യക്തിയോട്.
സ്വഭാവത്തെ കുറിച്ചൊക്കെ പഠിക്കേണ്ടത് കോൺഗ്രസിന്റെ ആളുകൾ പഠിച്ചാൽ മതി. ഇപ്പൊ ഞങ്ങള് അതിനെ പഠിച്ചപ്പോ ഇവിടെ വിസ്തരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ ഈ തുറവൂരിലെ തെരുവുകുണ്ടയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാർട്ടിൻ അവിടെ ചെന്ന് തട്ടികയറി മാത്രമല്ല, തെരുവിളിക്ക് മാത്രമല്ല, അവിടെയുള്ള പല ഉപകരണങ്ങളും തല്ലിയുടയ്ക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന രീതിയാണ് അവിടെ ഉണ്ടായത്, അല്ലേ? ചിതറിയോടി അവിടെ ജപിച്ചന്മാരൊക്കെ ഈ തെറിയും അസഭ്യം കേട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട സ്ഥിതി ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഈ പ്രവൃത്തി മാർട്ടിന്റെ ഒരു പ്രവൃത്തി മാത്രമല്ല, മാർട്ടിൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരിക്കുമ്പോ, മുൻപ് പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോ, സഖാ കെ വർഗീസ് മാർട്ടിൻ തോൽപ്പിച്ചപ്പോ സഖാ കെ വർഗീസിനോടക്കം തെറി വിളിക്കുന്ന ഒരു മര്യാദയില്ലാത്ത പൊതുപ്രവർത്തന ശൈലി ഈ തുറവൂരകത്ത് കൊണ്ടുവന്ന് എതിർ രാഷ്ട്രീയത്തിൽപ്പെടുന്ന വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്ന മാന്യമായി പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തകരോട് പോലും അപമര്യാദയായി അസഭ്യമായി ഗുണ്ടായിസം കാണിക്കുന്ന, ദാത്യം കാണിക്കുന്ന നേതാവാണ് മാർട്ടിൻ, ഈ തെരുവ് ഗുണ്ട. അത് ഡോക്ടറോട് എടുത്തതിൽ ഞങ്ങൾക്ക് യാതൊരു അത്ഭുതമില്ല. ഇയാൾ ആരോട് എടുക്കാണ്ടുള്ളത് പഞ്ചായത്ത് കമ്മിറ്റി യോഗങ്ങളിൽ മറ്റ് പൊതുജനങ്ങളോട്, കുടുംബശ്രീ പ്രവർത്തകരോട്, തൊഴിലുറപ്പ് തൊഴിലാളികളോട് എല്ലാം ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ടല്ലേ ഈ മാർട്ടി മുന്നോട്ട് പോകുന്നത്. ഈ തെരുവ് ഗുണ്ട, ഞാൻ മാർട്ടി എന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, തുറവൂരിലെ തെരുവ് ഗുണ്ട എന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. തെരുവ് ഗുണ്ട എന്ന് പറഞ്ഞാൽ മാർട്ടിയാണ്. രാജാവാക്കേണ്ട കാര്യമില്ല, ഇവരൊക്കെ രാജാവാക്കി കഴിഞ്ഞാൽ രാജാക്കന്മാരും ഓടിപ്പോവും. അപ്പൊ അതുകൊണ്ട് ഈ തെരുവ് ഗുണ്ടയെ നിലയ്ക്ക് നിർത്തുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി തയ്യാറായില്ലെങ്കിൽ MLA-യുടെ ഹുങ്കം, അഹങ്കാരവും ഈ തൊഴിലുരകത്തെ പ്രതിഫലിപ്പിക്കുന്നതിനായി വാണാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ വെച്ച് പുറപ്പിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുവദിക്കില്ല എന്ന് ഉറക്കെ ശക്തിയായി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. യാതൊരു സംശയവും വേണ്ട, നിന്റെ ഈ വേഷം കെട്ടൊന്നും വേണ്ട. ഈ പരിപ്പ് ഇങ്ങനെ എടുക്കണ കുറെ കാലം ഈ എടുത്തു കൊടുക്കുക. ഞങ്ങൾ പിന്നെ അത് കുറെയൊക്കെ ക്ഷമിക്കുകയാണ്. മാർട്ടി, നിന്റെ പരിപ്പ് ഈ വെള്ളത്തിൽ വേവൂല. നീ ഉദ്യോഗസ്ഥന്മാരെ കാണിക്കുന്ന വേഷം കെട്ട്, നീ തൊഴിലുറപ്പ് തൊഴിലാളി കാണിക്കുന്ന വേഷം കെട്ട്, നിനക്ക് ഇഷ്ടമില്ലാത്ത കുടുംബശ്രീ പ്രവർത്തനം കാണിക്കുന്ന വേഷം കെട്ട്, നിനക്ക് ഇഷ്ടമില്ലാത്ത സ്റ്റാഫിനോട് കാണിക്കുന്ന വേഷം കെട്ട്, നിനക്ക് ഇഷ്ടമില്ലാത്ത പഞ്ചായത്ത് അധികാരികൾ കാണിക്കുന്ന വേഷം കെട്ട്, ആ വേഷം കെട്ട് നാട്ടിലുള്ള ആളുകളോടുകൂടി എടുക്കാൻ തീരുമാനിച്ച് ഇനി നീ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് ഞങ്ങൾ ഉച്ചസ്ഥലം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അത് നീ ഓർത്തോ. ഇത് വെറും വാക്കെന്ന് പ്രതീക്ഷിക്കണ്ട. വന്ന് മൈക്ക് കിട്ടിയപ്പോ അത് CPM-ന്റെ ഏരിയ സെക്രട്ടറി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിക്കൊള്ളാം എന്ന് മാറ്റിയിരിക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഈ അഭ്യാസം നിർത്തി മര്യാദയ്ക്ക് രാഷ്ട്രീയപ്രവം നടത്തു. ഇലക്ഷനിൽ തോക്കെ ജയിക്കുന്നവരും ചെയ്തോ. ഇപ്പൊ ഇവിടെ ഒരു ബാങ്കുണ്ട്, തൊഴിൽ ബാങ്ക്, സഹകരണ ബാങ്ക്. ആ സഹകരണ ബാങ്കിനകത്ത് കട്ട് ആ ബാങ്കിന്റെ അവസ്ഥ ഇല്ല. മുരളീധരൻ പറഞ്ഞ പോലെ ഈ ഇറച്ചൂരിക്കാരന്റെ എന്നെ പറഞ്ഞ പേര് ഈ നമ്മളിപ്പോ ഈ ചിക്കന്റെ ഒക്കെ ഷവർമ്മ കോല് പോലെയായി നമ്മുടെ തൊറു ബാങ്ക്. ഷവർമ്മ അറിയാമല്ലോ, ഇറച്ചി ചെത്തി എടുത്തത് ആ കോല് പോലെ അവസ്ഥയിലായി നമ്മുടെ തൊറു സഹകരണ ബാങ്ക്. ആ ബാങ്കിന്റെ അവസ്ഥ അങ്ങനെയായി. അപ്പോ ആ ബാങ്കിന്റെ അവസ്ഥയടക്കം നാം പരിശോധിക്കുമ്പോ ഈ പഞ്ചായത്തിന്റെ അവസ്ഥയോ എത്ര പ്ലാൻ ഫണ്ട് ചെലവഴിക്കുന്നുണ്ട്. ഇപ്പോ ഈ പഞ്ചായത്ത് പൊളിച്ച് നീക്കി അവിടെ സുന്ദരമായിട്ടുള്ള ഒരു ബഹുനില മന്ദിരം വന്ന് അത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു. ഈ മാർട്ടിൻ, ഇവിടെയുള്ള MLA അടക്കമുള്ള മാർട്ടിൻ, സന്തോഷ് അടക്കമുള്ള കോൺഗ്രസിന്റെ ആളുകൾ കാണിച്ച തന്തയില്ലായ്മയുടെ ഫലമായിട്ടാണ് ഇപ്പൊ ഇത് ശാപം പിടിച്ച് കിടക്കുന്ന അവസ്ഥയിൽ ഈ ആഫീസ് ഇന്ന് നിൽക്കുന്നത്. CPM ലോക്കൽ സെക്രട്ടറി KP രാജൻ അധ്യക്ഷനായിരുന്നു.
മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KY വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗം MS ശ്രീകാന്ത്, LDF നേതാക്കളായ MK രാജീവ്, ജോസ് കാച്ചപ്പള്ളി, റിജോയ് ജോയ് എന്നിവർ പ്രസംഗിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.